ചൈനയും യുഎസും വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കുന്നു. യുഎസിന്റെയും ചൈനയുടെയും ഉദ്യോഗസ്ഥർ സ്പെയിനിൽ രണ്ടാം ദിവസത്തെ വ്യാപാര ചർച്ചകൾ നടത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചൈന തന്ത്രപരമായി യുഎസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണോ ചർച്ച എന്നതിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും ചൈനീസ് വൈസ് പ്രീമിയർ ഹീ ലൈഫെങ്ങും നയിച്ച ചർച്ചകൾ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും പുതിയ ശ്രമമാണ്. മാത്രമല്ല, ടിക്ടോക്കിന്റെ ചൈനീസ് ഉടമയ്ക്ക് ഒരു വാങ്ങുന്നയാളെ കണ്ടെത്താനോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിരോധനം നേരിടാനുള്ള സമയപരിധി ആസന്നമായതിനാൽ യുഎസ് ചൈനീസ് ഉദ്യോഗസ്ഥർ സ്പെയിനിൽ രണ്ടാം ദിവസത്തെ വ്യാപാര ചർച്ചകൾ നടത്തും. ബീജിംഗിൽ നിന്നും വാഷിംഗ്ടണിൽ നിന്നുമുള്ള ഉന്നതതല വ്യാപാര പ്രതിനിധികൾ ജൂലൈയിൽ സ്വീഡനിൽ അവസാനമായി കൂടിക്കാഴ്ച നടത്തി. അവിടെ അവർ തങ്ങളുടെ താരിഫ് ഉടമ്പടി 90 ദിവസത്തേക്ക് കൂടി നീട്ടി. തന്റെ ആദ്യ ഭരണകാലത്ത് ടിക്ടോക്ക് നിരോധിക്കണമെന്ന് ആദ്യം ആഹ്വാനം ചെയ്ത ട്രംപ് ജനപ്രിയ വീഡിയോ ഷെയറിംഗ് ആപ്പിനെ കുറിച്ചുള്ള തന്റെ നിലപാട് മാറ്റി. ഇതുവരെ 3 തവണ നിരോധനം വൈകിപ്പിച്ചു. ഞായറാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ട്രംപ് പറഞ്ഞു, നമ്മൾ ടിക്ടോക്കിനെ മരിക്കാൻ അനുവദിച്ചേക്കും, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല. അത് ആശ്രയിച്ചിരിക്കുന്നു, ചൈനയെ ആശ്രയിച്ചിരിക്കും. അത് വളരെയധികം പ്രശ്നമല്ല. ബുധനാഴ്ച അവസാനിക്കാനിരിക്കുന്ന സമയപരിധി 4ാം തവണയും നീട്ടുമെന്ന പ്രതീക്ഷകൾ വർദ്ധിച്ചു വരുന്നതിനിടെയാണ് ഇത് സംഭവിച്ചത്. ടിക്ടോക്ക് വാങ്ങുന്നയാളെ കണ്ടെത്തുന്നതുവരെ സമയപരിധി നീട്ടുമെന്ന് തുടരുമെന്ന് കഴിഞ്ഞ മാസം ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. ആപ്പും അതിന്റെ ചൈനീസ് മാതൃകാ കമ്പനിയായ ബൈറ്റ് ഡാൻസും വളരെ അമിതമായി വിലയിരുത്തപ്പെടുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഇത്. അഭിപ്രായത്തിനായി BBC വൈറ്റ് ഹൌസിനെയും ടിക്ടോക്കിനെയും ബന്ധപ്പെട്ടു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഈ ആപ്പ് യുഎസിൽ ഏകദേശം 170 ദശലക്ഷം ഉപയോക്താക്കളുണ്ട്. ഈ ആഴ്ചയിലെ ചർച്ചകളിൽ ഒക്ടോബറിൽ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഉദ്യോഗസ്ഥർ അടിത്തറവാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ചൈനയും യുഎസും നവംബർ വരെ താരിഫ് കരാർ നീട്ടി. പരസ്പരം സാധനങ്ങൾക്ക് 100% കവിയുന്ന ഭീഷണി ലെവികൾ കുറച്ചു. അന്യായമായ വ്യാപാര രീതികൾ സംബന്ധിച്ച ചർച്ചകൾക്കും ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഈ വിപുലീകരണം കൂടുതൽ സമയം നൽകുന്നുവെന്നും വൈറ്റ് ഹൌസ് പറഞ്ഞു. അതേസമയം ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷനായ ടിക്ടോക്കിന്റെ യുഎസ് ആസ്തികൾ വിൽക്കുന്നതിനും അടച്ചുപൂട്ടുന്നതിനും ചൈനയുടെ ബൈറ്റ് ഡാൻസിന് ട്രംപ് ഭരണകൂടം സെപ്റ്റംബർ 17 വരെ സമയപരിധി നീട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഈ വിഷയവുമായി പരിചയമുള്ള ഒരു വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി. ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ബൈറ്റ് ഡാൻസിന് വിൽക്കാനോ അടച്ചുപൂട്ടാനോ 2025 ജനുവരി വരെ അനുവദിച്ചിരുന്ന നിയമം നടപ്പിലാക്കുന്നതിൽ നിന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന 4ാമത്തെ ഇളവാണിത്. കഴിഞ്ഞ മാസം ആപ്പിനായി യുഎസ് വാങ്ങുന്നവരെ നിർത്തിയിട്ടുണ്ടെന്നും സമയപരിധി ഇനിയും നീട്ടാമെന്നും ട്രംപ് പറഞ്ഞു. അഭിപ്രായത്തിനായുള്ള അഭ്യർത്ഥനയോട് വൈറ്റ് ഹൌസ് ഉടൻ പ്രതികരിച്ചില്ല. എന്നാൽ ഒരു വിപുലീകരണം അനുവദിച്ചാൽ 170 ദശലക്ഷം അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് അടച്ചുപൂട്ടാൻ മടിക്കേണ്ടി വരുമെന്ന് സൂചിപ്പിക്കും. അമേരിക്കക്കാരെ ചാരപ്പണി ചെയ്യാനോ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ സെൻസർ ചെയ്യാനോ ബീജിംഗ് ടിക്ടോക്കിനെ ഉപയോഗിക്കുമെന്ന് വാഷിംഗ്ടണിലെ ചൈനീസ് വ്യാപാരികൾ വളരെ കാലമായി ഭയപ്പെട്ടിരുന്നെങ്കിലും 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യുവ വോട്ടർമാരെ ആകർഷിക്കാൻ സഹായിച്ച ആപ്പ് സംരക്ഷിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഒരു ഇടപാടിലെ പുരോഗതി മന്ദഗതിയിലാണ്. ടിക്ടോക്കിന്റെ വിലയേറിയ അൽഗോരിതം ഒരു യുഎസ് വാങ്ങുന്നയാളുമായി പങ്കിടുന്നതിന് ബീജിംഗിന്റെ അനുമതി ആവശ്യമാണ്. ടിക്ടോക്കിന്റെ യുഎസ് പ്രവർത്തനങ്ങൾ യുഎസ് ആസ്ഥാനമായുള്ള ഒരു പുതിയ സ്ഥാപനമായി വിഭജിക്കപ്പെടുമായിരുന്നു. ഭൂരിപക്ഷ ഉടമസ്ഥതയിലുള്ളതും യുഎസ് നിക്ഷേപകർ നടത്തുന്നതുമായ ഒരു സ്ഥാപനമാണിത്. എന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ചൈന ഇത് അംഗീകരിക്കില്ലെന്ന് സൂചിപ്പിച്ചതിനെ തുടർന്ന് അത് നിർത്തിവെച്ചു. യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും യുഎസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറും ചൈനീസ് വൈസ് പ്രീമിയർ ഹീ ലൈഫെങ്ങുമായി ചൈനയിലെ ഉന്നത വ്യാപാര ചർച്ചക്കാരനായ ലീ ചെങ്കാങ്ങുമായി ഞായറാഴ്ച സ്പെയിനിൽ വ്യാപാര ചർച്ചകൾ ആരംഭിച്ചു. ഇത് ടിക്ടോക്കിനെ ബാധിക്കുമെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. എന്നാൽ സെപ്റ്റംബർ 17 മുൻപ് ഒരു കരാർ പ്രതീക്ഷിക്കുന്നില്ല. ജനീവ, ലണ്ടൻ, സ്റ്റോക്ക്ഹോം എന്നിവിടങ്ങളിൽ നടന്ന മുൻ യുഎസ് ചൈന വ്യാപാര ചർച്ചകളിൽ ടിക്ടോക്കിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നില്ല. ട്രഷറി ഏറ്റവും പുതിയ ചർച്ചകൾ പ്രഖ്യാപിച്ചപ്പോൾ ടിക്ടോക്കിനെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് ട്രംപ് ഭരണകൂടത്തിന് മറ്റൊരു വിപുലീകരണത്തിനുള്ള രാഷ്ട്രീയ കവർ നൽകുന്നു. ഇത് ടിക്ടോക്കിന്റെ വിൽപ്പന നിർബന്ധമാക്കിയ കോൺഗ്രസിലെ റിപ്പബ്ലിക്കന്മാരെയും ഡെമോക്രാറ്റുകളെയും അലോസരപ്പെടുത്തിയേക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.